ഞാൻ കെ വിഷ്ണുനാരായണൻ. ഇന്ന് 20/11/2020. കുട്ടികളെക്കുറിച്ചും രക്ഷിതാക്കളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പൊതുവെ കുട്ടികളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് എപ്പോഴും പരാതിയാണ്. അവൻ അല്ലെങ്കിൽ അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. പൊതുവെയുള്ളൊരു പരാതിയാണ്, പറഞ്ഞാൽ കേൾക്കില്ല. എപ്പോഴും ടിവിയുടെ മുന്നിലാണ്. കളി എന്ന ഒരൊറ്റ വിചാരമേ ഉള്ളൂ, വേറൊരു പണിയുമില്ല. സ്കൂൾ എത്രയും വേഗം ഒന്ന് തുറന്നാൽ അത്രയും സമാധാനമായി. ഇങ്ങനെ പരാതികൾ തുടർന്നുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ നിങ്ങൾ എന്താണ് കുട്ടിയോട് പറഞ്ഞത്? എന്താണ് അവൻ അനുസരിക്കാതിരുന്നത്? ഇത് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ചിന്തിക്കണം. നീ എന്താ ഇപ്പോഴും കിടന്നുറങ്ങുകയാണോ? ഇന്നെന്താ പഠിക്കാനൊന്നുമില്ലേ? അതിനെങ്ങനെ എപ്പോഴും ടിവിയുടെ മുന്നിലല്ലേ? കുട്ടി വാസ്തവത്തിൽ ഉണരാൻ തുടങ്ങുന്നതേയുള്ളൂ. അപ്പോഴേക്കും കുറ്റപ്പെടുത്തലുകളുടെ ഒരു വലിയ പരമ്പരയായി. നോക്കൂ, മുതിർന്നവരായ നമ്മളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ സഹിക്കുമോ? അതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയാനില്ലല്ലോ. അറിയാതെ അവരിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാനേ നമ്മുടെ ഈ വാക്കുകൾ ഉപകരിക്കൂ. കുട്ടികളുടെ ചിന്ത പോകുന്നത് വിപരീതമായ ഒരു ദിശയിലേക്കാണ്. ഇനി മറ്റൊരു രംഗം നമുക്ക് നോക്കാം. കുട്ടി ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എടാ, നീ TV ഒന്ന് ഓഫ് ചെയ്തേ. എപ്പോഴും ഒരു കളി. ഇവിടെ കുട്ടിക്ക് മറ്റൊന്നും ചെയ്യാനില്ല, നിഷ്ക്രിയനാണ്. എടാ, ഈ കളി ഇങ്ങനെ കണ്ടിരുന്നാൽ മതിയോ? കൂട്ടുകാരൊക്കെ അപ്പുറത്ത് കളിക്കുന്നു കണ്ടില്ലേ? പോയി കുറച്ചു നേരം കളിച്ചു വാ. സ്ഥിരം കളി കണ്ടാൽ കാഴ്ചക്കാരനാകാം, പക്ഷെ കളിച്ചുകൂടി ചെയ്താലേ കളിക്കാരനാകും. നിനക്കിതിൽ ഏതാണ് ഇഷ്ടം? വെറുതെ ഒന്ന് കുട്ടിയോട് ചോദിച്ചു നോക്കൂ. ഇപ്പോൾ അവൻ വളരെ സന്തുഷ്ടനാണ്. കാരണം നിങ്ങൾ അവനോടൊപ്പമാണെന്ന് അവന് തോന്നുന്നു. അവൻ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ നാം അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം, പിന്തിരിപ്പിക്കുന്നതിന് പകരം അവൻ്റെ ഇഷ്ടത്തിനൊത്ത് മറ്റൊരു വഴിയിലേക്ക് നാം കൊണ്ടുപോവുകയാണ്. അവൻ വളരെ സന്തുഷ്ടനായിരിക്കും. അവൻ അതിൻ്റെ പേരിൽ അച്ഛനോടും അമ്മയോടൊക്കെ പൂർവാധികം സന്തോഷത്തോടെ പെരുമാറും. കുട്ടി അതനുസരിച്ച് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയണം, കളിച്ചു വന്നാൽ കുറച്ചു നേരം പഠിക്കുകയൊക്കെ വേണം. അല്ലാതെ വെറും കളിയായി നടന്നാൽ ഞാൻ കളിക്കാൻ സമ്മതിക്കില്ല പോകാൻ. കുറച്ച് കളിക്കുക, കുറച്ച് പഠിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ വേണ്ടത്. അല്ലാതെ ഏതു നേരം ടിവിയുടെ മുന്നിലിരുന്നാൽ ആകെ ബോറടിക്കില്ലേ? നീ മിടുക്കനായിട്ട് കളിച്ചു വാ എന്ന് പറഞ്ഞ കുട്ടിയെ നമ്മൾ പറഞ്ഞയക്കുന്നു. അവൻ എത്ര സന്തുഷ്ടനായിരിക്കും. അവൻ തിരിച്ചു വന്നാൽ ഒരിക്കലും വായിക്കാതെ ഇരിക്കില്ല. കാരണം അവൻ പൂർവാധികം അവന് വായനയോട് ഇഷ്ടം തോന്നുന്നു. കാരണം അവനെ കളിക്കാൻ വിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും പഠനം ഭാരമാവുകയില്ല. ഇതാണ് പഠനം പാൽപ്പായസമാക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം.